വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. മദ്യവില കൂട്ടണമെന്ന ആവശ്യവുമായി ബിവറേജസ് കോർപ്പറേഷൻ. അടിസ്ഥാന വില 7% ആവശ്യം. വില വർധനയ്ക്ക് സർക്കാരിന്റെ അനുമതി തേടി. 100 രൂപ വരെ വില വർദ്ധിക്കാം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേർന്നു. അരുൺ, സർക്കാരിന്റെ അനുമതി ഏത് തരത്തിലുണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്കുള്ളത്. എന്തെല്ലാം നിർദ്ദേശങ്ങൾ ആണ് വില വർധനവുമായി ബന്ധപ്പെട്ട് ബിവറേജസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അപർണ, അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും വിലവർധനയും ഈ കാരണം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറെ നാളുകളായി പലതവണ മദ്യ കമ്പനികൾ ബെവ്കോയോട് വിലവർധന എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോഴൊന്നും ബെവ്കോ അത് അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ബെവ്കോ ഡയറക്ടർ ബോർഡ് യോഗം 7% വില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. 20 മുതൽ 30% വരെ വില വർധന എന്ന ആവശ്യമാണ് കമ്പനികൾ മുന്നോട്ട് വച്ചത്. 7% വില വർദ്ധിപ്പിക്കാനുള്ള അനുമതിയാണ് ബെവ്കോ ഡയറക്ടർ ബോർഡ് നൽകിയത്. അങ്ങനെ വരുമ്പോൾ ലിറ്ററിന് മദ്യത്തിന് 10 രൂപ മുതൽ 100 രൂപ വരെ വില വർദ്ധിക്കാം. പല രീതിയിലാകും ഓരോ ബ്രാൻഡിന്റെ വില വർദ്ധിക്കുക. 100 രൂപ വരെ, പരമാവധി 100 രൂപ വരെ വില വർദ്ധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിന് സർക്കാരിന്റെ അനുമതി വേണം. സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് വകുപ്പിന്റെ അനുമതി തേടി ബെവ്കോ ഫയൽ കൈമാറിയിട്ടുണ്ട്. നാളെയോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഇതിനുള്ള തീരുമാനം വരും. വിലവർധന അനുവദിക്കാനാണ് സാധ്യതയെന്ന് അറിയുന്നു. 7% വരെയാണ് വിലവർധനയ്ക്കുള്ള തീരുമാനം ബെവ്കോ എടുത്തത്. പക്ഷേ അതിൽ കുറച്ച് വില കുറച്ച് അല്ലെങ്കിൽ 5% വരെ വില വർധന അനുവദിക്കാനാണ് സാധ്യത. ഏതായാലും മദ്യ വില വർദ്ധിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതായത് 5% വരെ ഒരു വില വർധനയ്ക്ക് സർക്കാരിലെ എല്ലാ ഘടകകക്ഷികളും അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് പൂർണ്ണമായും അനുമതി നൽകിയേക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അനുമതി നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ പലതവണ ആവശ്യപ്പെട്ടതാണ് ബെവ്കോ മദ്യ കമ്പനികൾ ഇത്തരത്തിൽ വില വർധന. പക്ഷേ അപ്പോഴൊന്നും ബെവ്കോ അനുവദിച്ചിരുന്നില്ല. ഇത്തവണ ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് ബെവ്കോ ഡയറക്ടർ ബോർഡിൽ ഉയർന്ന അഭിപ്രായം. അതുകൊണ്ടാണ് ഇത്തരമൊരു വില വർധനയിലേക്ക് പോകുന്നതെന്നും ബെവ്കോ വിശദീകരിക്കുന്നു. ഏതായാലും സർക്കാരും അനുമതി നൽകാൻ തന്നെയാണ് സാധ്യത. സർക്കാരിന്റെ പ്രതികരണം ഇക്കാര്യത്തിന് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. റൈറ്റ്. വില വർധനയ്ക്ക് സർക്കാരിന് അനുമതി തേടി ബെവ്കോ. സർക്കാർ അനുമതി നൽകിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. വി അരുണാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം തത്സമയ സംരക്ഷണത്തിലേക്ക്. न्यू केसेस पर मिलियन ऑफ पॉपुलेशन इन द लास्ट 7 days, ये एक ऐसा पैमाना है जो हमें बताता है कि पिछले सप्ताह देश में और विश्व में जो इन्फेक्शन है वो किस तरफ जा रहा है, किन देशों में ज्यादा केस हो रहे हैं इन द रीसेंट पास्ट. तो भारत में 96 न्यू केसेस पर मिलियन पॉपुलेशन इन द लास्ट 7 days. And there are countries like UK and USA where it is more than 5,000 and more than 4,000 new cases per million of population. Something similar is happening with COVID-related deaths. In India, in the last 7 days, it is 1 death per million, whereas in other countries, it is more than 50 or 60 deaths per million in the last 7 days. अब मैं आपको कुछ वैक्सीनेशन के बारे में बताना चाहता हूं. ये जो आप पहला रूट देख रहे हैं, ये वो गतिविधियां हैं. दीज आर दोज एक्टिविटीज विच वर बीइंग डिजिटली मॉनिटर्ड विद इन द कंट्री अंडर द यूनिवर्सल इम्यूनाइजेशन प्रोग्राम. जब भी कोई इम्यूनाइजेशन होता है तो वो कैसे आगे बढ़ता है, तो सबसे पहले वैक्सीन मैन्युफैक्चरर्स होते हैं जो वैक्सीन का उत्पादन करते हैं. फिर ये वैक्सीन मैन्युफैक्चरर एयर ट्रांसपोर्ट का सहायता लेकर प्राइमरी वैक्सीन स्टोर जो भारत सरकार के स्वास्थ्य मंत्रालय द्वारा चलाए जाते हैं, संचालित किए जाते हैं, जिनको GMSD डिपोज कहते हैं. ऐसे 4 बड़े डिपो हैं. एक करनाल में है, एक मुंबई में है, एक चेन्नई में है और एक कोलकाता में है. तो इन 4 बड़े डिपोज पर वैक्सीन मैन्युफैक्चरर्स एयर ट्रांसपोर्ट के माध्यम से वैक्सीन सप्लाई करते हैं. वहां से 2 रास्ते हैं. एक है कि रेफ्रिजरेटेड या इंसुलेटेड वैन्स के माध्यम से स्टेट वैक्सीन स्टोर्स में वैक्सीन पहुंचे.
State കേന്ദ്ര vaccine ആരോഗ്യ store മന്ത്രാലയത്തിന്റെ full status. വാർത്താ സമ്മേളനത്തിൽ തത്സമയ സംപ്രേഷണമാണ്. വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ഘട്ടം ഘട്ടമായി വിശദീകരിക്കുക കൂടിയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. ജനിതക മാറ്റം വന്ന വൈറസ് വ്യാപനത്തിൽ സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. എന്നാൽ വ്യാപനശേഷി കൂടുതലുള്ളതിനാൽ ജാഗ്രത തുടരണം. നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ച 6 പേരുടെയും സമ്പർക്ക പട്ടിക കണ്ടെത്തിയിട്ടുണ്ട്. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഈ സ്ട്രെയിനിൽ നേരിയ വേരിയേഷനുള്ള വൈറസിനെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിന്റെ 14 ജില്ലകളിലും ആ ഗവേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തിയ സ്ട്രെയിൻ കൂടുതൽ അപകടകാരിയാണെന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ചെറിയ രീതിയിലുള്ള ജനിതക മാറ്റം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ തന്നെ. വാക്സിൻ വിവാദത്തിൽ സംയുക്ത പ്രസ്താവനയുമായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്പനികൾ പറഞ്ഞു. വാക്സിൻ നിർമ്മാണവും വിതരണവും ഏറ്റവും മികച്ച രീതിയിൽ നടത്തും. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനൊപ്പം ലോക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്പനികൾ വ്യക്തമാക്കി. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അദാർ പൂനവാലയും ഭാരത് ബയോടെക്കിന്റെ ഡോക്ടർ കൃഷ്ണ എല്ലയുമാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. കേരളത്തിന് അഭിമാന ദിനം. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ അഭിമാനത്തിൽ കേരളം. 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. കർഷകർക്കും വ്യവസായികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനകരമായ പദ്ധതി ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ അടുത്ത ഘട്ടം ഉടൻ തുടങ്ങുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 7 ജില്ലകളിലൂടെ കടന്നുപോകുന്ന കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈന് 450 കിലോമീറ്ററാണ് ദൈർഘ്യം. പരിസ്ഥിതി സൗഹൃദ ഇന്ധനം, കുറഞ്ഞ ചെലവ്, ഇടതടവില്ലാത്ത ലഭ്യത തുടങ്ങി നിരവധി സവിശേഷതകളുണ്ട് പദ്ധതിക്ക്. കേരളത്തിനും കർണാടകത്തിനും സുപ്രധാന ദിനമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇരു സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് പദ്ധതി ആക്കം കൂട്ടും. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്നതിന്റെ തെളിവാണ് പദ്ധതിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. Exploration and production, natural gas marketing and distribution. We plan to achieve one nation, one gas grid. ഇടതു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി പൂർത്തിയാക്കിയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. നിരവധി വെല്ലുവിളികൾ നേരിട്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത്. പാലക്കാട് അടക്കമുള്ള ജില്ലകൾക്ക് ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള അടുത്ത ഘട്ടം ഉടൻ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. Due to several obstacles, GAIL had to stop all works related to this pipeline in Kerala. Therefore, completing this pipeline was one of our major election promises. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ, കേരള കർണാടക ഗവർണർമാർ, കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവരും വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു പാത കൂടി തുറക്കപ്പെടുകയാണ്. വ്യവസായശാലകൾക്കൊപ്പം തന്നെ ലക്ഷക്കണക്കായ ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. പ്രകൃതിവാതകം ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഇന്ധനാവശ്യത്തിനുള്ള ചെലവ് പ്രതിമാസം 300 മുതൽ 350 വരെ രൂപയായി ചുരുങ്ങുമെന്ന് ഗെയിൽ മാർക്കറ്റിംഗ് മാനേജർ PS രംഗനാഥൻ ന്യൂസ് 18നോട് പറഞ്ഞു. വലിയ രീതിയിലുള്ള ചെലവ് ചുരുക്കലാണ് ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായതോടെ സംഭവിക്കുകയെന്നും അദ്ദേഹം ന്യൂസ് 18ന്റെ വാർത്തയിൽ എന്ന പരിപാടിയിൽ പ്രതികരിച്ചു. എങ്ങനെയൊക്കെ ആയിരിക്കും സാർ ഈ ഒരു പദ്ധതി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക, കേരളത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിലും പ്രധാനമന്ത്രിയും പറഞ്ഞു, ഈസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വർദ്ധിക്കും എന്ന് പറഞ്ഞു. സോ ഈ പ്രകൃതിവാതകം എന്ന് പറഞ്ഞാൽ ഇത് പലതരത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം വീട്ടിൽ പാചകത്തിന് അത് LPGയെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ LPG സിലിണ്ടർ വഴി മൂലം വരുന്നതും ഇത് പിന്നെ തീർന്നിട്ട് അത് വേറെ ഒരു സിലിണ്ടർ മാറ്റുന്നതും ഈ ഒരു പ്രക്രിയ വേണ്ടെന്ന് വയ്ക്കാം. ഓൺ ടാപ്പ് വാൾവ് തുറന്നതും ഗ്യാസ് വരും.
അതുപോലെ തന്നെ 2 മാസത്തിലൊരിക്കൽ ബില്ല് വരും. നമ്മൾ എത്ര യൂസ് ചെയ്തോ അത്രയും കൊടുത്താൽ മതി, അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല. ഈ വക കൺവീനിയൻസ് എല്ലാം ഈ പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ഗാർഹിക ആവശ്യങ്ങൾക്ക് പാചകത്തിനായി വരുമ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു 800 ചില്ല റുപ്യാണ് ഒരു കുട്ടിക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഇപ്പോൾ എറണാകുളത്തൊക്കെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒരു 500 രൂപയ്ക്കൊക്കെ ഗ്യാസിൻ്റെ ആവശ്യം തീരുമല്ലോ ഒരു മാസം. അതും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാത്രം കൊടുത്താലും മതി. അങ്ങനെയല്ലേ ഉണ്ടാവുക? അതെ, 500 രൂപ കൂടെ വരില്ല. ശരാശരി നോക്കിയാൽ മാസം ഒരു 300 നിന്ന് 350 രൂപ വരെ ആവുള്ളൂ. തിയേറ്റർ ഉടമകളുടെ സംഘടനകളായ ഫിയോക് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ യോഗത്തിന് ശേഷം ഭാരവാഹികൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് 3 ഷോ മാക്സിമം കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വില്ലിംഗ് ആണോ എന്നുള്ളത് അവരുടെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന നമ്മുടെ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെ ആയിട്ട് ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. 3 ഷോ വെച്ചിട്ട് അവർ ഓക്കെ സമ്മതമാണോ എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ തുടർ മലയാള ചിത്രങ്ങൾ വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറഞ്ഞത്. അതിൽ ആർട്ടിസ്റ്റ് മുതൽ ലൈറ്റ് ബോയ് വരെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ വരെ ഉണ്ടെങ്കിൽ, പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഒരു അവസ്ഥയിലാണ് തിയേറ്ററുകാർ കിടക്കുന്നത്. അതായത് തിയേറ്ററിലൊക്കെ ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്ക് പല രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരുപാട് തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള അവർ മുഴുപട്ടിണിയിലാണ്. 10 മാസം ആയിട്ട് അവർ മുഴുപട്ടിണിയിലാണ്. അപ്പോൾ അവരെയും കൂടി കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാ സിനിമാക്കാരോടും പറയാനുള്ളത്. കാരണം പ്രൊഡ്യൂസർക്കോ ഡിസ്ട്രിബ്യൂട്ടർക്കോ അല്ലെങ്കിൽ ഒരു എക്സിബിറ്റർക്കോ താങ്ങാവുന്നതിൽ അപ്പുറമാണ് അവരുടെ അവസ്ഥ. അവർക്ക് ഒരു ദിവസം പോലും ഇനി അടച്ചിട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ അത്രയും വളരെ മോശം അവസ്ഥയിലാണ് പലരും. ഇപ്പോൾ ചിലർ ആത്മഹത്യ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്. തൊഴിലാളി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒരു തൊഴിലാളി. അപ്പോൾ അത് അത്രയും വളരെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തൊഴിലാളികളുടെ കാര്യം കൂടി നോക്കേണ്ട ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അടച്ചു വെക്കുക എന്ന് പറഞ്ഞത് ഇനി വളരെ 2 വർഷം പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഞങ്ങളിപ്പോഴും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. പലതും പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഈ തിയേറ്റർ തുറക്കണ ഒരു ദിവസം പോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരു ഗവൺമെൻറ് ഒരു തീരുമാനം തരാൻ പറ്റില്ല. അതിൻ്റെതായ സമയമുണ്ടല്ലോ. അത് നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പലപ്പോഴും പല ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കാലം മുന്നേ മുതലേ കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും സഹായങ്ങളുണ്ട്. സിനിമയിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, സിനിമാക്കാരായിട്ടുള്ള MLA-മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിനിമയ്ക്ക് മാക്സിമം പിന്നെ നമ്മുടെ മമ്മൂക്കയെ പോലുള്ളൊരു അടുപ്പുള്ള ആളുകളുണ്ട് പാർട്ടിയുമായിട്ട്. മുകേഷ് ഉണ്ട്, ഗണേഷ് ഉണ്ട്, നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളിതിനെ ഭയപ്പെടണേ. ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. സിനിമ തുറക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇവർക്കൊക്കെ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഞങ്ങൾ പറയുന്നില്ല. സിയാദ് ഖോക്കറൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് വളരെയധികം സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. സിയാദൊന്നും ഒരു സിനിമ അങ്ങ് നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. ഞങ്ങൾ സംസാരിക്കും. സിയാദ്ക്കായിട്ടും സുരേഷ് കുമാറുമായിട്ടും രഞ്ജിത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിക്കും. ചേംബറുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളൊരു കുടുംബമാണ്. നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ല, പെട്ടെന്ന് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ജനങ്ങളുടെ കയ്യിൽ തന്നെ പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ചാർജ് ഒന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടൊന്നും അടിച്ചേൽപ്പിക്കാൻ നമുക്കിപ്പോൾ പറ്റില്ല. പക്ഷെ നമ്മൾ ഗവൺമെൻറ്റിനോട് വേറെ ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ടാക്സ് കുറയ്ക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പിന്നെ ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു തിയേറ്ററിന് 8 ലക്ഷം 10 ലക്ഷം ഒക്കെ ഇപ്പോൾ വന്ന് കിടക്കുകയാണ് ഈ അടച്ചു കിടന്ന 10 മാസങ്ങളിൽ പല തിയേറ്ററുകളും. അപ്പോൾ ആ ഫിക്സഡ് ചാർജ്. അപ്പോൾ ഈ പൈസ നമുക്കിപ്പോൾ തുറക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഡ്യൂസ് ഒക്കെ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ഡ്യൂസ് ഒരാഴ്ച കൂടി കഴിയാതെ തിയേറ്ററുകൾ തുറക്കാനാവില്ല. കൂടുതൽ ഇളവുകൾ സർക്കാർ അനുവദിക്കണം എന്നുകൂടിയാണ് ഫിയോക് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത്. ദൃശ്യം 2ന്റെ OTT റിലീസിനായി ആമസോൺ പ്രൈമുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. OTT റിലീസിനെതിരായ വിവാദത്തിലാണ് പ്രതികരണം. തീരുമാനങ്ങൾക്ക് മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും പിന്തുണയുണ്ട്. ബിഗ് ബജറ്റ് ചിത്രമായ കുഞ്ഞാലി മരക്കാർ തിയേറ്ററുകൾ റിലീസ് ചെയ്യുമെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. അല്ല, അത് മാറാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്
ഒന്നും ചിന്തിക്കാതെയാണ് ബാക്കി കുറച്ച് മെമ്പേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ കേരളത്തിലെ തിയേറ്ററുകളുമായിട്ട് അതിനൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നമ്മൾ ഇപ്പോൾ കുറച്ച് പേര് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ കേട്ടു. അത് ശരിക്കും അവർ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു ഒരു സങ്കടം മാത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത വർത്തമാനം സിനിമയ്ക്ക് പ്രദർശനാനുമതി. കേന്ദ്ര സെൻസർ റിവൈസിംഗ് കമ്മിറ്റിയാണ് പ്രദർശനാനുമതി നൽകിയത്. ചിത്രം ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തും. നേരത്തെ സംസ്ഥാന സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു. തിരക്കഥാകൃത്തിന്റെ പേരിനെ ചൊല്ലിയാണ് പ്രദർശനാനുമതി നിഷേധിച്ചതെന്ന് വെളിപ്പെടുത്തിയ വി സന്ദീപ് കുമാറിനെ സെൻസർ ബോർഡിൽ നിന്ന് പുറത്താക്കണമെന്ന് അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ആര്യടൻ ഷൌക്കത്തിന്റേതാണ് തിരക്കഥ. പാർവതി തിരുവോത്താണ് നായിക. അഭിനയ വിസ്മയത്തിന് 70ാം പിറന്നാൾ. ജഗതി ശ്രീകുമാറിന്റെ പിറന്നാൾ ലളിതമായി ആഘോഷിച്ച കുടുംബം. ഭാര്യയ്ക്കും മക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കുമൊപ്പം ജഗതി കേക്ക് മുറിച്ചു. നിരവധി പ്രമുഖർ ഫോണിലൂടെയും വീഡിയോ സന്ദേശങ്ങളിലൂടെയും മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടിന് പിറന്നാൾ ആശംസകൾ നേർന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Papa. Happy birthday to you. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. താറാവുകളെ കൂട്ടത്തോടെ കൊന്നു തുടങ്ങി. താറാവുകൾ ഉൾപ്പെടെയുള്ള 12,000 വളർത്തുപക്ഷികളെയാണ് ആദ്യ ദിവസം കൊല്ലുന്നത്. കർഷകർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും രോഗം മനുഷ്യരിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യമില്ലെന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചേക്കും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.